ഇതെന്താന്ന് മനസ്സിലായോ? അസൂയ. എന്താ രക്ഷപ്പെടാത്ത ചോദിച്ചില്ലേ? ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കുട്ടികളല്ല ഞങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തത്തെ ഞങ്ങൾ പുറത്തേക്ക് ഇട്ടു. നല്ല കോമഡിയാണ് ആവശ്യമില്ലാത്തതിനൊക്കെ കൈയെടുത്ത്. കൊച്ചിന് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൂടാ. അല്ലല്ല കുറച്ചൊക്കെ കുസൃതി ആവാം മാഡിസേ. എന്തായിരിക്കും ശരിക്കും ഉത്തരം കംപ്ലീറ്റ് ചെയ്ത സമയം എന്താടാ? ഉത്തരം അത് തന്നെ. തട്ട് വേണ്ട നീ ഇത് തട്ട്. എടാ പോടാ. അത് താഴല്ലേടാ, അത് താഴല്ലേ. ഓക്കെ കമ്പനിക്ക് മിസ്റ്റേക്ക് ഒക്കെ പറ്റാം. ഓക്കെ കളിച്ചോ. അർജന്റീന തിരക്ക് അർജന്റീന. എന്തൊക്കെ നോൺസെൻസ് ആണ്. കോഴി. അയ്യേ ഇത് കണ്ട് കമ്പനിയുടെ ചാരത്തെ അവിടെ നിന്ന് ഇറക്കി അവർക്ക് അത് പറഞ്ഞൂടാ. അത്ര ബുദ്ധി ഇങ്ങോട്ട് തെറ്റുത്തരം. പിന്നെന്ത് ഇതൊക്കെ എന്ത്? മായാവി, സലീം കുമാർ. ഓർമ്മ വന്നോ? ഞങ്ങൾ കളിക്കട്ടെ. കേട്ടില്ലേ? എന്താ മധ്യ മുഖത്ത് അസൂയായിരുന്നു. എന്തിനാണാവോ അങ്ങനെ അസൂയ തോന്നുന്ന രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ കൂടെ പാമ്പും കൂടി കളിക്കാൻ വരുന്നത്. എനിക്കറിയാം. പാമ്പും കൂടി എന്ന് പറയുമ്പോ ഒരു ഇതില്ലല്ലോ, പറഞ്ഞല്ലോ. സ്നേക്ക് ലാഡർ ഗെയിമാണല്ലോ. അതെ. അല്ല വരുന്നത് ആരാന്ന് എനിക്കറിയാം. അങ്ങനെ അസൂയ തോന്നുന്നു. എന്തായിരുന്നു പറഞ്ഞെടുത്തത്? അസൂയ തോന്നുന്ന രണ്ടുപേർ. അതായത് ഒരാള് മലയാളം വിട്ടിട്ടില്ല കേട്ടോ. മലയാളം ചോറ്, പിന്നെ അന്യഭാഷയിലോട്ട് പോകുന്നു. അവിടെ പോകുന്നു, അവരുടെ ഭാഷ സംസാരിക്കുന്നു, തെലുങ്കിൽ പോകുന്നു. അവിടെയൊക്കെ എത്തിയിട്ട് അവിടെ ഉള്ളവരെ കയ്യിലെടുക്കുക. അതാണ് മൂപ്പരുടെ ഒരു ലൈൻ. അതെ. സ്പീച്ച് ഉണ്ട്, സ്പീച്ച് ഹൈലൈറ്റ്. അവിടെ ചെല്ലാ ഒരു സ്പീച്ച് നടത്തുക, അവിടുത്തെ കയ്യിലെടുക്കുക. രക്ഷപ്പെട്ടു. അതെ, അങ്ങനെ ഒരു ലൈനുള്ള ഒരുത്തൻ. പിന്നെ വേറെ ഒരുത്തനുണ്ട്, അവനെ പറ്റി പറയണം. എന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് പറയല്ല. അവന് മറ്റു ഭാഷകളെയൊക്കെ മാറ്റി നിർത്തി മലയാളത്തിൽ ഞാനൊരു സിനിമ ചെയ്ത് അടങ്ങുക എന്ന വാശിയോടുകൂടി. അവന് മറ്റു ഭാഷകളിൽ നല്ല പ്രാവീണ്യുണ്ട്. അവൻ നല്ല മലയാളം പറഞ്ഞാൽ ആ ഭാഷകളെ പോലെ തോന്നും. അങ്ങനെയല്ല, അവൻ നല്ല എഫിഷ്യന്റ് ആണ് വേറെ ലാംഗ്വേജിൽ. അവന് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ് അറിയാം, വേറെ ലാംഗ്വേജ് ഒക്കെ അവനറിയാം. പക്ഷെ മലയാളത്തോടുള്ള പ്രേമം കൊണ്ട് മലയാളത്തിലെ സിനിമ ചെയ്യൂ എന്ന വാശിയിൽ 1.5 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി നമുക്കൊരു സിനിമ മോഹിയാണെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ജീവിതമാണ് ആ പയ്യനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഒപ്പം സഞ്ചരിച്ച് ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായൽ കിടന്ന് ഒരുമിച്ച് അഭിനയം പഠിച്ച് നമ്മുടെ കൂടെ വളർന്ന് ഇപ്പൊ നമ്മളെക്കാൾ വളർന്നുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് അസൂയിട്ടത്. എക്സ്പ്രഷൻ. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഇന്റർനാഷണൽ ഗെയിമായ പാമ്പും കോണിയിലോട്ട് കൊണ്ടുവരുന്നത്. സ്നേക്ക് ലാഡർ. അവർ വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ ലാംഗ്വേജിലൊക്കെ പോയില്ലേ, അപ്പൊ ഇനി പാമ്പ് കോണിന്ന് നമ്മൾ പറയരുത്. നമ്മുടെ ക്ലാസ് പക്ഷെ വേറൊരു കോമഡി ഉണ്ട്. അവര് മറ്റു ഭാഷകളിലോട്ട് പോയ സ്പീച്ചിലൂടെ അവരോട് സംസാരിക്കുക. വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കും. നമ്മള് നന്നായിട്ട് സ്പീച്ച് പോലെ അല്ല ഇവിടെ എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം. അപ്പൊ പ്രേക്ഷകർക്ക് ആളെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായിണ്ടാവില്ലേ? തുപ്പ തിരിച്ചു തുപ്പ അല്ല, അതിന്റെ പാട പറ്റിയത്. അപ്പൊ ചിരിച്ചോണ്ട് നിക്കാതെ അവരവിടെ സുഖിപ്പിക്കണം നോക്കി ചിരിച്ചോണ്ട് നിക്ക. താങ്ക് യു. ഇതൊക്കെയാണോ? സൂപ്പർ ഇഷ്ടായി. ഇതെന്താന്ന് മനസ്സിലായോ? അസൂയ. എന്താ രക്ഷപ്പെടാത്ത ചോദിച്ചില്ലേ? വിട്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല.
അപ്പോ നമ്മുടെ ഈ ഒരു ജോലി തിരക്കുകളും നമ്മുടെ ടെൻഷൻസും നമ്മുടെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ നമ്മുടെ ഉള്ളിലെ ഒരു ചൈൽഡിഷ് വെങ്കിയെയും ആഡിസിനെയും നമ്മൾ ഈ ഒരു ഗെയിം സെക്ഷനിലൂടെ പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കുട്ടികളല്ല ഞങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തത്തെ ഞങ്ങൾ പുറത്തേക്ക് ഇട്ടു. നല്ല കോമഡിയാണ് കൈയടിച്ച് പുറത്തേക്ക് ഇട്ടത് കേട്ടപ്പോഴാണ്. അപ്പൊ ഞങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തത്തെ ഞങ്ങൾ ഓൾറെഡി പുറത്തേക്ക് ഇട്ടു. ഇനി നിങ്ങളുടെയും കൂടി ഇടണം. അങ്ങനെ ഇവിടെ മൊത്തം കുട്ടികളെ കൊണ്ടൊരു ഇതിന് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാ നിൽക്കുന്നത്? 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ. അപ്പൊ ആ ലെവലിൽ ചിന്തിച്ചാൽ മതി. വലിയ GK ഉത്തരവൊന്നും പറയണ്ട. ഏറ്റവും കൂടുതൽ മഴയുള്ള ശരിക്കും ഉത്തരം കംപ്ലീറ്റ് ചെയ്ത സമയം എന്താടാ? ഉത്തരം അത് തന്നെ. തട്ട് വേണ്ട നീ ഇത് തട്ട്. ഡെങ്കി ജീവിതത്തിൽ 1ാം ക്ലാസ് ആയിട്ട് കൊണ്ടാണ് നടക്കുന്നത് അല്ലേ? 3 1 2 3. ഓക്കെ, ടഫ് ചോദ്യം. നിങ്ങൾ ഇടുന്നില്ല? ഞാൻ ചോദിക്കാം. തവളയുടെ മുൻപിലും കഴുതയുടെ പിന്നിലും കാണുന്ന അക്ഷരം. അക്ഷരല്ല, എടാ പോടാ. അത് താഴല്ലേടാ, അത് താഴല്ലേ. കമ്പനിക്ക് മിസ്റ്റേക്ക് ഒക്കെ പറ്റാം. ഓക്കെ, കളിച്ചോ. 5 1 2 3 4 5. ഓക്കെ, എന്റെ ഒരു ചോദ്യമുണ്ട്. 1 2 3 4 5. ഓക്കെ, മിന്നലും KSEB വൈദ്യുതിയും വെളിച്ചം തരുന്നു, പക്ഷെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? മിന്നലിന് ബില്ലടക്കണ്ട. ആക്ച്വലി ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ 1 2 3 4 5 6. എനിക്ക് കിട്ടി. നമ്മൾ ഇടുന്നില്ലടാ. തല കുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? തല കുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? അല്ലെങ്കിൽ വലുതാകുന്നത് ആര്? ആരോ എന്തോ എന്തെങ്കിലും മനുഷ്യനാ? മനുഷ്യൻ അല്ലല്ല, ഞാൻ അങ്ങനെയല്ലടാ. ജീവി, living and non living things. Living and non living things. Then that's a വാഴ. ഹഡിസ് പ്ലീസ്. തലകുത്തി നിന്ന് വലുതാവുന്നതല്ലേ?
നിനക്കറിയാത്ത കാര്യം നീ ഇങ്ങനെ തല കുത്തി നിന്നാൽ ഇത്ര വേഗത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആ വാശിയോട് ഞങ്ങൾക്ക് നിങ്ങളെ തോപ്പിക്കണം. ഉത്തരം പറഞ്ഞാ? വേഗം പറ. അടുത്ത ചോദ്യം റെഡി. തലകുത്തി നിന്ന് വലുതാവുന്നത് ആര്? ആരെന്നാണ് ആ ചോദിക്കുന്നത്. ആരോ എന്തോ It's a എന്തെങ്കിലും non-living thing. ഇല്ലടാ, അത് പറഞ്ഞ കാര്യത്തില്ല. നേരത്തെ ചോദിച്ചേ തലകുത്തി നിന്നാൽ വലുതാവും. എന്ത്? ഇത് തല കുത്തുന്ന വലുതാവും. കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. അവിടെ ഫോണാണോ തപ്പിക്കൊണ്ടിരിക്കുന്നത്? എക്സ്പ്രഷൻ ഇടുന്നത് അത് കമ്പനിയെ ചതിച്ച ഒരു സ്പൈ മാത്രമാണ്. ഞങ്ങളുടെ കമ്പനി വഴി സ്പൈ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് സമ്മതിക്കത്തില്ല. എനിക്കത് ഉണ്ടായിരുന്നു എന്റെ മൈൻഡില്. ആണോ? അതല്ലേ ചാരത്തി. 1 2 3 4 5. ഓക്കെ. അടുത്ത ചോദ്യം. ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാനുള്ള രാജ്യം? അയ്യോ ഈസി അല്ലേ? ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാരനുള്ള രാജ്യം. ഫുട്ബോൾ കളിക്കാനുള്ള രാജ്യമാണ്. ഫുട്ബോൾ കളിക്കാനുള്ള രാജ്യം തിരക്കുള്ളത്. ആ അത് ഭയങ്കര തിരക്കാണ്. മെസ്സി. ഫുട്ബോൾ കളിക്കാൻ റഷ്യ. അതെന്താ? റഷ് റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതല്ലേ? അത് മനസ്സിലായി. അതല്ല ഞങ്ങളുടെ മനസ്സിൽ ഉത്തരം അതല്ല. ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ മെസ്സി. എന്താ ബാർസലോണ? ബിസി. തെറ്റ എല്ലാം പുറകിലേക്ക് ആക്കേ. പിന്നെ 5 എണ്ണം പുറകോട്ട് തെറ്റ്. മലയാളത്തില് മലയാളമല്ല, തിരക്ക്. തിരക്ക് ജയിക്കും. പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം അല്ലല്ല രാജ്യമാണ് കേട്ടോ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 പ്രഷർ കൊടുക്കാം. ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ബാർസലോണ. ടിക് ടിക് 7 രാജ്യം. ടിക് ടിക് 8 രാജ്യമല്ല. ടിക് ടിക് 9 അർജന്റീന. അർജന്റ് തിരക്ക്. അർജന്റീന. 6 1 2 3 4 5 6. അതാണ് അർജന്റ് കേട്ടാ. വെരി ഗുഡ്. 6 1 2 3 4. ഇത് പറ. 5 6. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ആംഗിൾ എ. എന്താണ് ഈ സാധനം? അമ്പട വീര. ഹാഫ് സർക്കിൾ, ആംഗിൾ എ. അതെന്താ? അതാണ് ചോദ്യം. ഹാഫ് സർക്കിൾ സി. അയ്യോ, ഇത്ര ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമൊക്കെയാണ് 2ാം ക്ലാസ് കൊച്ചിന്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ലല്ല, അയ്യോ ഇത് ഈസിയാ. ആണോ? ഇത് 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. സർക്കിൾ, ഫുൾ സർക്കിൾ, സി ഓ. പിന്നെ ഹാഫ് സർക്കിൾ സി. എന്തൊക്കെ നോൺസെൻസ് ആണ്. മുട്ടേ കോഴി. അയ്യേ, ഇത് കണ്ട കമ്പനിയുടെ ചാരത്തെ അവിടെ നിന്ന് ഇറക്കി വിടണം. അവർക്ക് അത് പറഞ്ഞിട്ട് അത്ര ബുദ്ധി. ഇല്ല ഇങ്ങോട്ട്. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ. പിന്നെ എന്താ പറഞ്ഞേ? ആംഗിൾ എ. ആംഗിൾ എ. ഇത് ഇങ്ങനെയൊന്നും ചോദിക്കല്ലോ. വളരെ മലയാള ചോദ്യം ചോദിക്കട്ടെ. ഇത് മലയാളമാണ്. ഈസി മാൻ, വെരി ഈസി. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ആംഗിൾ എ. കൊക്കോകോള. ആണോ? അതെങ്ങനെ? സീറോ. കൊക്കോകോള. 6. ഞങ്ങൾ ഇത്ര ചോദ്യം വെച്ചിട്ട് ഒരാളും കൈ അടിച്ചിട്ടില്ലല്ലോ. അതെ, നമുക്ക് ഇത് ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഇട്ടോ ആംഗിൾ എ. ഓ ഒന്ന്. അയ്യോ, ഇവിടെ ആയിരുന്നു. അല്ല.
ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10. എങ്കിൽ ഞങ്ങൾ ആരാണ്? ഒന്ന് ന്യൂമറിക് റോമൻ നമ്പറിലെ എന്തോന്ന് ഇതൊക്കെ മര്യാദയ്ക്ക് പറയണം. അതായത് ഇങ്ങനെയില്ലേ, ഇങ്ങനെ എഴുതിയ 9. എങ്ങനെ അതൊക്കെ അതിന് പേരുണ്ടോ അതിനൊക്കെ? ഇങ്ങനെ റോമൻ നമ്പറിൽ എഴുതിയ അതെ 9, അതിൽ ഒന്നെടുത്ത് മാറ്റിയ 10. രാമന് കിട്ടോ? ആര് പറഞ്ഞു ശരിയാന്ന്? അത് ശരിയാ. ഒന്നും നല്ല അനങ്ങുന്നില്ല. നമുക്ക് സാധനം തരാൻ പോവാ. ഇനി നമുക്ക് കുസൃതി ചോദ്യമില്ല. കുസൃതി ചോദ്യങ്ങൾ നമ്മൾ നിർത്തി. നിങ്ങൾ വല്ലാതെ കുസൃതി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സിനിമ പേരുകൾ പറയും, ഏത് സിനിമയാണെന്ന് കണ്ടെത്തും. അല്ല, സിനിമ ഡയലോഗ്. സിനിമ ഡയലോഗ് പറയും, ഏത് സിനിമയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, ഒരെണ്ണം ആഡിസ് പറയും, ഒരെണ്ണം വെങ്കി പറയും. നമ്മള് പറയും വല്ല ഇത് ഇൻഡിവിജ്വൽ ചോദ്യമാ. പിന്നെ ടീമാ ഞങ്ങള് കളിക്കുന്ന. യെസ്, മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേ രാജപ്പാ? പറ, ഏത് സിനിമയിലാ നിങ്ങൾ പറ. ആര് പറഞ്ഞ സിമ്പിൾ. ഇത് ഉദയനാണ് താരം. ഡയലോഗ്? ആര് പറഞ്ഞ ഡയലോഗ്? പിന്നെ ഡയലോഗ് പറയണം. നമ്മൾ തോറ്റു. നിങ്ങൾ അതെങ്ങനെ സിനിമ പേരല്ലേ നിങ്ങൾ പറയാൻ പറഞ്ഞത്? 1, 2, 3, 4. എനിക്കിത് ഇഷ്ടമാണല്ലോ. 6. ഇനി അടുത്തത് കണ്ട, ഇതിലാണ് നമ്മുടെ രാശി. ഡയലോഗ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടഫായിരുന്നു. ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? ഇത് നമ്മുടെ മറ്റാള്. ഏതാള്? അല്ലല്ല, സുരാജ് ചേട്ടനാണ്. ഇതൊക്കെ എന്ത്? ഏത് സിനിമയിലെ ആര്? നേരത്തെ ആരാന്ന് പറഞ്ഞില്ല കേട്ടോ, ലാലേണ്ണായിരുന്നു. കിട്ടുന്നു. പിന്നെ ഇതൊക്കെ എന്ത്? സുരാജ് ചേട്ടനാ? ഉറപ്പാ സുരാജ് ചേട്ടനാ? സുരാജേട്ടനാണ്. ഏത് സിനിമ? അതാണ് ചോദ്യം. മീശയുള്ള സിനിമ ചട്ടമ്പിനാട് ആണോ? ഉറപ്പാണോ? തെറ്റുത്തരം. പിന്നെന്ത്? ഇതൊക്കെ എന്ത്? മായാവി, സലീം കുമാർ. ഞങ്ങൾ കളിക്കട്ടെ. 5 കണ്ടാ? ഞങ്ങൾ അവസാന ലാപ്പ് കുതിക്കുന്നുണ്ടോ? 1, 2, 3, 4, 5. എനിക്ക് കളിക്കാമോ? ഇല്ല, ഇനി ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. ലാസ്റ്റ് ചോദ്യാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ്. വിയറ്റ്നാം കോളനി. ഇല്ല, സമ്മതിച്ചാൻ പറ്റില്ല. ഡൈസ് താഴെ പോയി. ഇത് ഇനി ഇവിടെ വേണ്ട. കളി കൊണ്ട്